നമസ്കാരം. ഹിമാലയത്തോളം വലിയ പ്രതീക്ഷയും ലോകം മുഴുവൻ നിറയുന്ന പ്രാർത്ഥനയുമായി ഒരു കുടുംബം അർജുൻ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്നു. ഉത്തര കന്നഡയിലെ അങ്കോലയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനനെ തേടി അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി കഴിയുന്നു. അർജുനെ ഏതു വിധേനയും കണ്ടെത്തുക എന്നുള്ള ദൗത്യവുമായി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സേന പോലും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അർജുനനെ കാണാതായ പരിസരത്ത് മണ്ണിനടിയിൽ അർജുനോ അല്ലെങ്കിൽ ലോറിയോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രസേന കണ്ടെത്തിയിരിക്കുന്നത്. ശക്തമായ മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി തൊട്ടരികിലുള്ള ഗംഗാവലി പുഴയിലേക്ക് തെറിച്ചു വീണിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സേന കണക്കിലെടുക്കുന്നത്. സേനയുടെ റഡാർ സിസ്റ്റത്തിലും GPS സിസ്റ്റത്തിലും 2 പ്ലോട്ടുകളിലായാണ് സാന്നിധ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പ്ലോട്ട് എയിൽ സേന നടത്തിയ അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ മണ്ണ് മാറ്റി ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ അർജുൻ്റെ ലോറി ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്നാൽ പ്ലോട്ട് 2 അടയാളപ്പെടുത്തിയിരിക്കുന്നത് നദിയോട് തൊട്ട് ചേർന്ന കരയിലാണ്, അതായത് നദിത്തിട്ടയിലാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വളരെ വിചിത്രമായ കാര്യം, ദൗർഭാഗ്യകരമായ കാര്യം. അതായത് അർജുൻ പ്ലോട്ട് 1-ൽ ഉണ്ടായിരിക്കാം, ലോറി അവിടെ ഉണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് കരുതി ആ മൺകൂന മുഴുവൻ ഏതാണ്ട് 80 അടി ഉയരത്തിൽ ഉള്ള മണ്ണ് എക്സ്കവേറ്റർ വെച്ച് മാന്തി ഈ മണ്ണ് മുഴുവൻ കൊണ്ടു ചെന്നിട്ട സ്ഥലമാണ് ഇപ്പോൾ പ്ലോട്ട് 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ആദ്യം അടയാളപ്പെടുത്തിയ റഡാർ സിസ്റ്റം ഉപയോഗിച്ച് കണ്ടെത്തിയ പ്ലോട്ട് 1-ൽ നിന്നും അർജുനെ അല്ലെങ്കിൽ ലോറി കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മണ്ണ് മാറ്റുന്നു. ഈ മണ്ണ് അത്രയും കൊണ്ടു ചെന്നിട്ടത് പുഴയോരത്താണ്. അവിടെയാണ് ഇപ്പോൾ പ്ലോട്ട് 2 കാണിക്കുന്നത്. അതായത് പ്ലോട്ട് 1-ൽ അർജുനോ ലോറിയോ ഇല്ല. പ്ലോട്ട് 2 ഇപ്പോൾ കാണിക്കുന്നത് അവിടെ ലോറി ഉണ്ടാകാം എന്നുള്ളതാണ് സിഗ്നൽ അവിടെ കാണിക്കുന്നു. എന്നാൽ ഈ പ്ലോട്ട് 2 ഇപ്പോൾ മണ്ണ് മാറ്റി വീണ്ടും പരിശോധന നടത്താൻ ഒരു കാരണവശാലും പറ്റാത്ത സാഹചര്യത്തിലാണ്. അതിസങ്കീർണമായ കാലാവസ്ഥ, ചുഴറ്റിയടിക്കുന്ന കാറ്റും തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ പെയ്യുന്ന പേമാരിയും ഈ നദീതീരത്ത് നിൽക്കുവാൻ സാധിക്കില്ല. അവിടെ മണ്ണിൽ കുഴഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. നദിയോട് ചേർന്ന് ഇനി നാളെ രാവിലെ എക്സ്കവേറ്റർ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ നിന്ന് സേനയ്ക്ക് മണ്ണ് മാറ്റുവാൻ എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വാർത്താവിശേഷം. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു രക്ഷാദൗത്യത്തിന് പിഴവുകൾ ഉണ്ടാകുന്നത് എന്ന് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സേനയുടെ തന്നെ കണ്ടെത്തലിൽ റഡാർ സിസ്റ്റത്തിൽ കിട്ടിയ സിഗ്നലിൽ പ്ലോട്ട് 1-ൽ നിന്നും മണ്ണ് മാറ്റി ആ മണ്ണ് കൊണ്ടു ചെന്നിട്ട സ്ഥലത്താണ് ഇപ്പോൾ പ്ലോട്ട് 2 അടയാളപ്പെടുത്തുന്നത്, സിഗ്നൽ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി അത്രയും മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വളരെ സങ്കീർണമായ ചുറ്റുപാടിൽ തന്നെ ഒരു മനുഷ്യ ജീവനാണ് കാണാതായി 7 ദിവസം പിന്നിടുമ്പോഴും ആരുടെയൊക്കെയോ ഭാഗത്തു നിന്ന് ഊർജിതമായ അന്വേഷണം ഉണ്ടാകുമ്പോഴും മറ്റു ചില ഇടങ്ങളിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഇതിന് ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെയാണ് ഊർജിതമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ പറ്റിയത് എന്നുള്ളത് തന്നെയാണ് പരിസരവാസികളിൽ നിന്ന് പോലും കിട്ടുന്ന വർത്തമാനങ്ങൾ. ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ, രക്ഷാദൗത്യം എന്ന് പറയുമ്പോൾ ആരെയും പഴിചാരിയോ കുറ്റപ്പെടുത്തിയോ മാറി നിൽക്കാൻ പറ്റിയ ഒരു സന്ദർഭം അല്ല ഇത്. ഏതു വിധേനയും അർജുൻ രക്ഷപ്പെടട്ടെ, അർജുനെ ജീവനോടുകൂടി കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും താല്പര്യവും ഉത്സാഹവും. അതിനുവേണ്ടി തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. എന്നാൽ അതിനിടയിൽ ചില അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യസനസമേതം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. 7 ദിവസം കഴിഞ്ഞിട്ടാണ് മിലിറ്ററി, അതായത് കേന്ദ്രസേനയെ രക്ഷാദൗത്യത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഉണ്ടായതെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ മറ്റൊരു സൂചന കൂടി കേന്ദ്രസേനയുടെ ദൗത്യസംഘം പറയുന്നു. ഒരുപക്ഷെ ശക്തമായ മണ്ണിടിച്ചിലിൽ മീറ്ററുകൾ മാത്രം അകലെയുള്ള ഗംഗാവലി പുഴയിലേക്ക് അർജുൻ ഓടിച്ചിരുന്ന ലോറി തെന്നി മാറി വീഴാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നുള്ളതാണ്. സംഭവത്തിൽ തെറിച്ചു വീണ മറ്റൊരു ലോറി പുഴയിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സൂൾ ടാങ്കർ പുഴയിൽ നിന്നും കണ്ടെടുത്തു എന്നുള്ളതാണ് ഇതിന് ഉപോത്ഫലകമായി അവർ നിരത്തുന്ന ഉദാഹരണം. അങ്ങനെയെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന ഈ ലോറി പുഴയിൽ വീണിരിക്കാൻ സാധ്യതയുണ്ട്.
പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ സിഗ്നൽ കാണിക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ പുഴയിൽ വീണ ഭാഗത്ത് തന്നെയാണ് വീണ്ടും മലയിടിഞ്ഞ് മൺകൂന വന്ന് പതിച്ചിരിക്കുന്നത്. അതിന് മേലേക്ക് തന്നെയാണ് പ്ലോട്ട് 1-ൽ കണ്ട മണ്ണുകൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. രക്ഷാദൗത്യം കൂടുതൽ സങ്കീർണമാവുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പ്രാവശ്യം അർജുൻ ഉപയോഗിച്ചിരുന്ന ഫോൺ റിങ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മണ്ണിടിഞ്ഞ് വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിലോ ഈ അർജുൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഫോൺ എപ്പോഴെങ്കിലും റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത അതായിരിക്കും എന്നാണ് കേന്ദ്രസേന പറയുന്നത്. വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടാവാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കുന്നത്. പക്ഷേ അത്തരം തിരച്ചിലുകൾക്ക് ഇന്ന് യാതൊരു തരത്തിലുള്ള സാധ്യതകളുമില്ല. ശക്തമായ മഴ, കാറ്റ് മാത്രമല്ല മണ്ണിടിച്ചിൽ സാധ്യത വീണ്ടും നിൽക്കുന്നു. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയ്ക്ക് അലർട്ട് കൊടുത്തിരിക്കുന്നു. പുഴയോരത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, കാലിൽ മണ്ണ് പുതഞ്ഞു കയറുന്ന അവസ്ഥയിലാണ്, ചെളി കുണ്ടായി കിടക്കുന്നു. നാളെ രാവിലെ എക്സ്കവേറ്റർ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ തെരച്ചിൽ നടത്തുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശക്തമായ ഒഴുക്കുള്ള ഈ പുഴയിൽ ഇപ്പോൾ ഈ സിഗ്നൽ കാണിക്കുന്ന സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് സേനയും സംശയം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നാളെ തെരച്ചിൽ തുടരും. ലോകം മുഴുവൻ പ്രാർത്ഥനയുമായി അർജുൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു. ഒരു മിറാക്കിൾ സംഭവിക്കും, അത്ഭുതം സംഭവിക്കും, അർജുനന് തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ആ പ്രാർത്ഥനയും പ്രതീക്ഷയും സഫലമാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് രക്ഷാദൗത്യത്തിൽ ആദ്യത്തെ ദിവസങ്ങളിൽ അലംഭാവം ഉണ്ടായിരിക്കുന്നു. അർജുനെ കാണാതായി, മണ്ണിടിച്ചിൽ അർജുൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി കാണാതായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിൻ്റെ 6-ാം ദിവസം മാത്രമാണ് കർണാടകയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഒരു ഊർജിതമായ ശ്രമം ഉണ്ടായത് എന്ന് തന്നെയാണ് കന്നഡക്കാരായ പരിസരവാസികൾ തന്നെ പറയുന്നത്. ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തന്നെ നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് എത്തുകയുണ്ടായി. അതിനുശേഷം തന്നെയാണ് സൈന്യത്തിന്റെ സേവനങ്ങൾ ആവശ്യപ്പെട്ടതും. എന്നാൽ അർജുൻ കാണാതായ ആദ്യ ദിവസങ്ങളിലോ ആദ്യ മുഹൂർത്തങ്ങളിലോ തന്നെ സേനയെ രക്ഷാപ്രവർത്തനം നടത്തുവാൻ നിയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ അർജുനെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്നാണ് അർജുൻ്റെ കുടുംബവും കേരളവും ഒരുപോലെ തന്നെ കണക്കിലെടുക്കുന്നത്. എന്തായാലും ഏതു തരത്തിലുള്ള ഒരു അത്ഭുതവും ഇനി സംഭവിക്കട്ടെ, സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അർജുനെ ജീവനോടുകൂടി തന്നെ കണ്ടെത്തുവാൻ സേനയ്ക്കാവട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.